നാറി, ഇന്ന് നിന്റെ പണി ഞാൻ തീർക്കും. എവറാ എടാ, മര്യാദക്ക് എന്റെ കണ്ണുമെട്ടത്ത് വരുന്നത് നിനക്ക് നല്ലതല്ല. ലിവർ ഒന്ന് താഴെ. നീ ഇതിനടി കയറിയിരിക്കുന്നത്. ഇറങ്ങോടാ കഴിവേറി. ഇന്ന് നിന്നെ ഞാൻ നിന്നോട് ഞാൻ ടയർ മാറിടാൻ പറഞ്ഞിട്ട് നീ ആഴമായി നോക്കി നടക്കായിരുന്നു. ഇന്ന് നിന്റെ അവസാനത്തെ ട്രിപ്പാ. അല്ല കൊല്ലല്ലേ, ഞാൻ ചത്താ പിന്നെ നിങ്ങക്ക് ലോങ് പോവാൻ ആരാ ഉണ്ടാവുക? അതെങ്കിലും ആലോചിച്ച് നിന്നെ എന്നാ വേണ്ടെന്ന് എനിക്കറിയോ. ഹലോ ഹലോ അല്ല അല്ലാ വിശേട്ടെ. ജോസേട്ടാ, നമ്മളെ അപ്പേട്ടൻ പറഞ്ഞ ആളാ. നിങ്ങള് നല്ല പണിയാ കാണിച്ചേ ജോസേട്ടാ. ഓഹോ, ഇതാണോ പാർട്ടി? ആ അതെ. അല്ല നിങ്ങക്കെന്താ ഇവിടെ പരിപാടി? ബസ് സമരത്തിന്റെ കാര്യം ഇപ്പോഴാ അറിഞ്ഞത്. എന്നാ നമ്മളെ കൂടെ പോരി. അല്ലേ ജോസേട്ടാ? ആ, ഇവിടെ വെച്ച് കാണാനും ഒരുമിച്ച് പോകാനും ആയിരിക്കും വിധി അല്ലേ? അതെ അതെ. എന്നാ പിന്നെ ബാക്കി പോണ വഴിക്ക് പറയാം. വരീന്ന് വാ, നേരെ മുകളിൽ കയറിക്കോളി. അന്ന് ഗൗരിയും കൊണ്ട് പട്ടേലിന്റെ താവളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചപ്പോ ജീവൻ പണയം വെച്ചുള്ള കളിയാണതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്ക് പകരം പാവം അപ്പുവിന് ബലിയാടാകേണ്ടി വന്നു. നെഞ്ചിൽ കത്തിയിറങ്ങുമ്പോ അവൻ വിളിച്ച് പറയുകയായിരുന്നു, എത്രയും വേഗം രക്ഷപ്പെട്ടോളൂന്ന്. അച്ഛനെ, ഈ കളിയിൽ ദാ ഈ നിമിഷം തൊട്ട് ഞാൻ എന്റെ ജീവൻ കൂടെ വെക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനിയുള്ള വഴിയിൽ എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ചത്തു വീഴുന്നതിന് മുമ്പ് കഴിയാവുന്നതിന്റെ ഒക്കെ പണ്ട കുത്തി ഞാൻ പുറത്തിടും. അപ്പേട്ടനെ കൊന്ന പന്നിനങ്ങൾ എനിക്കൊന്ന് കാണിച്ചേരി. ഓന്റെ സെന്റർ ബോൾട്ട് ഞാൻ ഊരും. ചുമ്മാ ചളവള വർത്താനം വിളിച്ചു പറഞ്ഞ് അവസാനം വാലും ചുരുട്ടി ഓടിയാണ്ടല്ലോ, എന്റെ കയ്യറപ്പ് തീർക്കുന്നതിന്റെ പള്ളക്കായിരിക്കും. ജോസേട്ടാ, ഇത് പഴയ കുഞ്ഞമ്മതല്ല. പണ്ട് ഞാൻ തല്ലും അടിയും കണ്ട ഓടലുണ്ട്. പക്ഷെ ഇത് വിഷയം വേറെയല്ലേ? ജോസ്, അതാ ഒമാര്. ആരാ? പട്ടേലിന്റെ ആൾക്കാർ. അപ്പൊ നേരെ കൊണ്ട് കേറ്റല്ലേ? വേണ്ട, ആപത്ത് വിളിച്ചു വരുത്തണ്ട. അത് ബുദ്ധിയാവില്ല. ജോസേട്ടാ, നിങ്ങളൊന്ന് റിവേഴ്സ് എടുത്തോളി. ആ അമുക്കളെടുത്ത് ചിലപ്പോ തോക്കുണ്ടാവും. ആ, വഴിയുണ്ടാക്കാം. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കേ. അങ്ങോട്ട് കയറിക്കേ. ആ, കേറ്. വാ, കേറ് കൊച്ചേ. ആ, പേടിക്കണമെന്ന്. വാ. ആ, കേറ്. सब गाड़ियां चेक करो जल्दी. അവനെ വിട്ടോ. ആ, നിർത്ത് 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 നിർത്ത. പുറത്ത് ഇറങ്ങാൻ. ഇറങ്ങാൻ എന്നാ കോപ്പേ, ദാദാ പീസ് വേണ്ട കേട്ടോ. ആ സൈസ് എടുക്കുക. നിർത്ത്. കയറി നോക്കണം. മാറണോ? എന്തേ ചെക്ക് എങ്ങനെ മനസ്സിലായില്ല? ഓട്ടറാ കുഞ്ഞാമതേ, പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ. ആ, എന്താടാ അതിനകത്ത്? ബീഹാറിൽ നിന്ന് കൊണ്ടുവരുന്ന 2 ആനകളാ, ഒരു കൊമ്പനും ഒരു പിടി. എവിടേക്ക് പോണ വണ്ടിയാടാ? കേരളത്തിലേക്ക്. മാറടാ മാറടാ. എന്താടാ ഇത്? എന്താ ഇത്? തുണിയാ, പാർസൽ കേരളത്തിലേക്ക്. ഡോർ തുറക്കണം. എന്നാത്തിനാ? തുറക്കണ തുറക്കാന്നാ പറഞ്ഞത്. തുറക്കടാ. ഈ എടുക്കട്ടെ.
വിട്ടോളി ജോസേട്ടാ. അമ്മോ. നിങ്ങള് വേണ്ടി. ഇങ്ങോട്ട് ഇറങ്ങി. എന്താ മുന്നിൽ ചെക്ക് പോസ്റ്റാ. അവിടെ ചെല്ലുമ്പോ ഡോർ തുറക്കാതിരിക്കാൻ പറ്റില്ല. ഇറങ്ങി ഓടിക്കൂ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ വളവ് ഞാൻ കാത്തു നിൽക്കാം. ആ പെട്ടെന്ന്. വേഗം കേറിക്കോ. ജോസ് മാറ്, ഞാൻ ഓടിക്കാം. വിട്ടോളി. പാഴ്സൽ ലോറിയാ. മിക്കവാറും അവൻ കിടന്ന ആ ലോറി തന്നെയാവും. சரி விடு, அவர் ரொம்ப தூரம் போயிருக்க முடியாது. போலாம். വിടറാ. ആ നിർത്ത് നിർത്ത് നിർത്ത്. നമ്മൾ റൂട്ടൊക്കെ ഒന്ന് മാറിയാ വന്നത്. ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ പുറകെ പോയി ഞങ്ങൾക്ക് ലോഡ് എടുക്കാനുണ്ട്. ഇനിയും ഞങ്ങളെയും കൊണ്ട് പോയാൽ വഴിയിൽ എന്തൊക്കെ കുഴപ്പങ്ങളാ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവില്ല. ഒരു വഴിയുണ്ട്. ദാ ഈ സ്ഥലത്ത് എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്. കടുത്തുരുത്തിക്കാരനൊരു തങ്കച്ചൻ. പുള്ളി ഇവിടെ ഒരു ലോഡ്ജ് നടത്തുക. ഇന്നും നാളത്തെ പകലും നിങ്ങളിവിടെ തങ്ങണം. നാളെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ എത്തും. പിന്നെ നിങ്ങളെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്താ ഒന്ന് മാറി. ഇരുന്നാട്ടെ സാറേ, ഇരിക്കും. നിങ്ങളെ പോലുള്ളവർക്കൊന്നും കഴിയാൻ തക്ക സ്റ്റാൻഡേർഡ് ഇതിനില്ല കേട്ടോ. ദേ, ഞങ്ങൾ ഈ തറ പാർട്ടീസിനെ ഉദ്ദേശിച്ച് നടത്തുന്നതാ. ഒരു രാത്രി മനസമാധാനത്തോടെ കഴിയാൻ ഒരിടം, അത്രേ വേണ്ടൂ. അതിനത് ധാരാളം. ആ പിന്നെ കേട്ടോ സാറേ, ഞാൻ കുറെ കാലം ബാംഗ്ലൂരിലുണ്ടായിരുന്നു. ഈ റെഡ്ഡിയുടെ കൂടെയുള്ള നായരുണ്ടല്ലോ, അയാളെ അവിടെ വെച്ച എനിക്കറിയാം. ആള് ചങ്ങനാശ്ശേരിക്കാരനാ. തല്ലിപ്പൊളി എന്ന് പറഞ്ഞ 6 തല്ലിപ്പൊളി. അയാളുടെ കയ്യിൽ നിന്നൊക്കെ ചാടി പോന്നതെന്ന് പറഞ്ഞു കേട്ടപ്പം സമ്മതിച്ചു കേട്ടോ സാറേ. നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞ് തങ്കച്ചനെ ഭയപ്പെടുത്തണ്ടെന്ന് ഞാൻ ജോസിനോട് പറഞ്ഞിരുന്നു. അയ്യോ, എന്തോന്ന് ഭയം സാറേ. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായതുകൊണ്ട് എനിക്കൊന്ന് കരുതിയിരിക്കാലോ. ദേ, ഇവിടെ നമ്മൾ കൈഞ്ഞൊടിച്ചാൽ പറന്നു വരുന്ന പിള്ളേരാ, അപ്പാവികളാ. പിന്നെ മീശയുടെ തുമ്പ് പിരിച്ചു കാട്ടി എല്ലാത്തിനും ഒന്ന് വിറപ്പിച്ച് നിർത്തിയിരിക്കല്ലേ. ആ, ഞാൻ ഇനി ലാത്തി അടിച്ചെന്നാ ശരിയാകില്ല. സാറ് സിസ്റ്റർ ഒന്ന് റെസ്റ്റ് എടുക്കാട്ടെ. ആ, പിന്നൊരു കാര്യം,
നമ്മുടെ പുള്ളിക്കാരി അങ്ങ് നാട്ടിൽ പോയിരിക്കുക. 4ാമത്തേത് റിലീസ് ചെയ്യാൻ. അല്ലായിരുന്ന വല്ല മിണ്ടിയും പറഞ്ഞ് എൻ്റെ വീട്ടിൽ തന്നെ കൂടാമായിരുന്നു. അപ്പോ ശകലം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാം. വരട്ടെ പെങ്ങളെ.